ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിൽ കിളിക്കുടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ സുനന്ദയുടെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അവിടുന്ന് ഭയങ്കരമായിട്ട് ഒച്ചത്തിലൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭാസ്കര മാമൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത് കേട്ടോ. ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയെങ്കിലും വീട്ടിൽ വലിയ ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ രാവിലെ സ്വയം എല്ലാം മറന്നിട്ട് പണിക്കൊക്കെ പോവാമെന്ന് വിചാരിച്ചിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഹരീഷാണെങ്കിലും സുധീഷാണെങ്കിലും എല്ലാവരും പറയുന്നത് മുഹൂർത്തത്തിന് ഇനിയും സുഭാഷ് ചേട്ടൻ 1 മണിക്കൂറും കൂടി സമയമുണ്ട്, നമുക്ക് വേണമെങ്കിൽ പോയിട്ട് അവരുടെ കല്യാണം മുടക്കി സുനന്ദയും കൂട്ടിക്കൊണ്ട് പോരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ ടോക്ക് സുഭാഷ് ചേട്ടന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സുഭാഷ് ചേട്ടൻ പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനത്തെ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, മേലാൽ എൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട്. അങ്ങനെ ഞാൻ പണിക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് നിധിയോട് മോളെ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പണിക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പണിസ്ഥലത്തെത്തിയ സുഭാഷ് ചേട്ടന് അവിടെ പണിയെടുക്കാനൊന്നും ശ്രദ്ധ കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് ടയേർഡ്, ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദമൊക്കെ നേരിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മളെ സുനന്ദ ആ സമയത്തൊന്ന് കെട്ട് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന ആ ഒരു രംഗമാണ് സുഭാഷ് ചേട്ടൻ്റെ കണ്ണിൽ പെടുന്നത് കേട്ടോ. നമ്മളെ സുനന്ദയുടെ തോളിലൊക്കെ വരൻ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് കണ്ടിട്ട് സുഭാഷ് ചേട്ടന് ഒട്ടും കണ്ടു നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. സുനന്ദ എന്തായിട്ടും യാദൃശ്ചികമായിട്ട് ആ സമയത്ത് സുഭാഷ് ചേട്ടനെ കാണുകയും ചെയ്ത് ഒരു പരസ്പരം നോക്കുന്ന ഒരു സീനുണ്ട്. അത് നമുക്കൊരിക്കലും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു സീനാണ് കേട്ടോ. ആ സമയത്ത് സുഭാഷ് ചേട്ടൻ കൈകൊണ്ട് അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് ദൂരെ നിന്നിട്ട് നമ്മളെ സുനന്ദയെ. എങ്ങനെയാണ് അവരത് മറികടന്നെന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം കേട്ടോ. നേരെ വീട്ടിലേക്ക് പോകുന്ന സുഭാഷ് ചേട്ടൻ സോഫയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വേർത്തൊലിച്ചിട്ട് ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിധി വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചു എന്നാണ് പറയുന്നത്. സുഭാഷ് ചേട്ടൻ എന്തായാലും സുനന്ദയുടെ കല്യാണം കഴിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. ആ സമയത്ത് ഒരുപാട് നേരം ഇരുന്ന് കരയുന്നുണ്ട്. നിധിയാണെങ്കിൽ സുഭാഷ് ചേട്ടനോട് കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും സുഭാഷ് ചേട്ടൻ കാര്യം പറയുന്നില്ല. നേരെ അടുക്കളയിൽ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. വീണ്ടും സോഫയിൽ വന്ന് കിടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നിധിക്ക് പേടിയാവണം. എന്താ സുഭാഷ് ചേട്ടാ എന്നോട് കാര്യം പറയും, എന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിധിയും കരയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സുഭാഷ് ചേട്ടൻ സങ്കടപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടോ. ഞാൻ വരുന്ന വഴിക്ക് സുനന്ദയെ കണ്ടു, അവളുടെ കല്യാണം കഴിഞ്ഞ് വരനോട് കൂടിയിട്ട് മധുവിധു രംഗത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ സഹിച്ചില്ല. ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ എനിക്കും അവളെ ഇഷ്ടമായിരുന്നു. ഞാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അവൾ തിരിച്ചും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. അവൾ പാവമാണ്, അവളുടെ അച്ഛനും അമ്മയുടെ പോലെ ഒന്നുമല്ല അവളുടെ മനസ്സ് ഭയങ്കര പാവമാണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. സുനന്ദ നല്ലൊരു കുട്ടിയാണ്, അവളുടെ ജീവിതം നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കുട്ടി പറയുന്നത് പോലെ കേട്ടോ സുഭാഷ് ചേട്ടൻ പറഞ്ഞു കൂട്ടുന്നത്. സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് ഇത്രയും ഒരു കുഞ്ഞു മനസ്സായിരുന്നു എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ഒരു ശേഷി അയാൾക്കില്ലായിരുന്നു. എന്നാലും വീട്ടിൽ വന്നിട്ട് പഴയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വീണ്ടും വീണ്ടും കരയാണ്. ഇന്നലെ രാത്രി സുനന്ദ വീട്ടിലേക്ക് വന്നതും അവസാനമായിട്ട് സുഭാഷ് ചേട്ടനെ നോക്കിയതൊക്കെ സുഭാഷ് ചേട്ടൻ ആലോചിച്ച് കരയാട്ടോ ചെയ്യുന്നത്. അത് നമ്മളെ നിധിയോടും പറയുന്നുണ്ട്. അവസാനമായിട്ട് അവൾ എന്നെ ഒരു നോട്ടം നോക്കി, അവൾ എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോന്നതല്ലേ, എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, അവളെ തിരിച്ചയക്കുകയല്ലേ ചെയ്തത്. ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല അങ്ങനെ ചെയ്തത്. അവളുടെ അച്ഛനും അമ്മയും എന്നോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് അതിനെ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നിധിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടമാവും കേട്ടോ. സുഭാഷ് ചേട്ടൻ ആദ്യമായിട്ടാണ് ഇത്രയും ഫീലിങ്സും ഇമോഷൻസൊക്കെ പുറത്ത് കാണിക്കുന്നതും ഇങ്ങനെ ഇരുന്ന് കരയുന്നതൊക്കെ ആദ്യമായിട്ടാട്ടോ. എന്തുണ്ടെങ്കിലും ആരോടും പറയാതെ സ്വയം സങ്കടപ്പെട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒതുക്കി അതൊക്കെ സോൾവ് ചെയ്തിട്ട് പുറത്ത് വരുന്ന ഒരാളാണ്. ആദ്യമായിട്ടാണ് കുത്തിയിരുന്ന് ഇങ്ങനെ കരയുന്നതൊക്കെ നിധി കാണുന്നത്. അത് കാണുമ്പോൾ അവൾക്കും പേടിയാണ്. സുഭാഷ് ചേട്ടനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിധിയോട് പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. പഴയ കാര്യങ്ങളും പണ്ട് കഴിഞ്ഞതൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് നമ്മളെ നിധിക്ക് സഹിക്കാൻ പറ്റായിട്ട് നിധി സുധീഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. സുധീഷേ, നീ എവിടെയാ, നമ്മളെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ കുറച്ച് അപ്സെറ്റാണ്, സുനന്ദയുടെ കാര്യം പറഞ്ഞിട്ട് കരയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആണെങ്കിൽ ഡ്രൈവിങ്ങിലായിരിക്കും. ഞാനൊരു കസ്റ്റമറായിട്ട് പോവുകയാണ്, ഞാൻ വീട്ടിലേക്ക് വരണമെന്നൊക്കെ ചോദിക്കും. വരുമൊന്നും വേണ്ട, എനിക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്തെന്ന് അറിയാഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ്. സുഭാഷ് ചേട്ടൻ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ പറയുന്നത് ഇന്നലെ നല്ലൊരു അവസരമല്ലായിരുന്നു കിട്ടിയിരുന്നത്, ചേട്ടൻ കുറച്ച് ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. അവരെക്കുറിച്ച് എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയത്, അവരെത്ര ദുഷ്ടന്മാരാണെന്ന് ചേട്ടന് അറിയില്ലേ, പിന്നെ അവരെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അപ്പോഴേ സുനന്ദയെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പറയുന്നുണ്ട്. എങ്കിൽ പോലും ലാസ്റ്റ് അവൻ പറയുന്നത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞു പോയില്ലേ, ഇനി ഏട്ടൻ കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത് കേട്ടോ.
നമ്മളെ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി നിധി ഒരുങ്ങുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ വേണ്ടാന്ന് പറയുന്നുണ്ട്, സ്വയം ഉണ്ടാക്കിക്കോളാന്ന്. പക്ഷെ നിധി ഞാൻ ഉണ്ടാക്കി തരാം, സുഭാഷ് ചേട്ടൻ കുറച്ച് റെസ്റ്റ് എടുക്കുക, സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് ഇരിക്കല്ലേ, എല്ലാം ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും കരയാണ്. നിധിക്ക് എന്തോ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ കാണുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവള് സുഭാഷ് ചേട്ടൻ്റെ കൂടെ നന്നായിട്ട് താങ്ങായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട്. എന്തായാലും സുഭാഷ് ഏട്ടൻ സ്വന്തം അനിയന്മാരുടെ അടുത്ത് പോലും ഇത്രയും ഓപ്പണായിട്ട് സംസാരിച്ചിട്ടില്ല. നിധിയുടെ അടുത്താണ് ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. ഈ വീടൊരു വീടായിട്ട് നമ്മളെ സുനന്ദയാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ നിധിയാണ് ഇതിനൊരു വീടായിട്ട് കാണുന്നത്. നീ എൻ്റെ പെങ്ങളെ പോലെയാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിഷമങ്ങൾ നിന്നോട് തുറന്ന് പറഞ്ഞത്. അവരോടൊന്നും എനിക്കിത് പറയാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വൈകുന്നേരം നമ്മളെ നികേഷ് കോളേജ് കഴിഞ്ഞ് എത്തിയപ്പോൾ ഏട്ടന് തലവേദനയാണ്, അതുകൊണ്ട് കിടക്കുകയാണെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പം തന്നെ അവർക്കെല്ലാവർക്കും കാര്യം മനസ്സിലായി എന്തുകൊണ്ടുള്ള തലവേദനയാണെന്ന്. എന്തായാലും സുഭാഷ് ഏട്ടൻ എന്തായാലും ആ കാഴ്ച മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. എന്തായാലും ധനശേഖരനെയും അതുപോലെ തന്നെ ലളിതയും പോലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങളെയൊക്കെ കുഴിച്ചു മൂടി ഇത്രയും ത്യാഗം ചെയ്യേണ്ട ഒരു ആവശ്യം സുഭാഷ് ഏട്ടന് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കെല്ലാം കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.